കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും അവരുടെ പുറകെ ഇരിക്കുള്ളൂ. പ്രേയർ ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? പ്രേയറിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാരെങ്കിലും? ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല പ്രേയർ? മാം ഞാൻ ചെല്ലാം. ഓക്കെ, പറഞ്ഞോളാം. There shall be shower of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Shower of blessing we need. Mercy drops round us the falling, but for the shower we plead. Thank you. അപ്പൊ എല്ലാവരും പ്രേയറിന് പ്രിപ്പയർ ചെയ്ത് വെക്കാട്ടോ. എല്ലാവർക്കും പറയാട്ടോ. എല്ലാവരും നോട്ടിലൊക്കെ എഴുതി വെച്ചു പ്രേയറിന് പ്രേയർ ചൊല്ലാൻ പറ്റിയ എന്താ പറയാ പ്രേയേഴ്സ് ഒക്കെ. ഓക്കെ, നമുക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ഓർമ്മയുണ്ട് എവിടെ എടുത്തു നിർത്തിയെന്നുള്ളത്? അതില് ഫസ്റ്റത്തെ എന്താ അതില് എന്താ രണ്ടാമത്തെയാണ് ഇനി എടുക്കാൻ. ഓക്കെ, ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ്. അത് ഓക്കെ ഓക്കെ ആദ്യത്തെ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപർഷ്മെന്റ് ആണ് എടുത്തത്. നമുക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. 6 to 40 years ഓഫ് ഏജില് നമ്മൾ എന്ത് വേണം, കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് ഇന്ന കുട്ടീനില്ല. ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ എന്ത് കൊടുക്കണം, ഈ പറഞ്ഞ കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആരൊക്കെയാണെന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് കുട്ടികളാണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റ്, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ. തീരെ കണ്ണു കാണാത്ത കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് പരിമിതി കുറവുള്ളവര്, കാഴ്ചയിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റിൽ നമ്മൾ പറഞ്ഞു അവർക്ക് അവര് തീരെ കണ്ണാണാത്ത കുട്ടികളാണെന്ന് വിചാരിക്കുക. ജന്മനാലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ബ്രെയിൻ ലിപിയാണ് അവർ ഫോളോ ചെയ്യണ ടെസ്റ്റ്. അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ, അതേപോലെ നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂടുതലായിട്ട് അവർക്ക് അത് എന്ത് ചെയ്യാ, ഷേപ്പ് ഒക്കെ ആണെങ്കിൽ വല്ല ആപ്പിളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ വിഷ്വൽ ഇംപേർഷൻഡ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് അവർക്ക് കുറച്ചും കൂടി ടൈം പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ എക്സാമിന്റെ കാര്യത്തിലായാലും അതേപോലെ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുന്നത് മാക്സിമം കുറയ്ക്കുക. ബോർഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടർ നോക്കിയിട്ടൊക്കെ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ അവരുടെ കണ്ണിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതേപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കുട്ടികൾക്ക് തീരെ ഷോർട്ട് സൈറ്റ് ഒക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ലോങ് സൈറ്റ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ബാക്കിൽ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തീരെ കാണാനായിട്ട് പറ്റില്ല. ബോർഡിൽ എഴുതുന്നതോ ചിലപ്പോൾ ടീച്ചേഴ്സിനെയോ കാണാനായിട്ട് പറ്റൂല. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഫ്രണ്ട് റോയിൽ തന്നെ കൊണ്ടുവന്നിരുത്താനായിട്ട് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികളെ പേര് വിളിച്ചിട്ട് എന്ത് ചെയ്യാനോ വിളിക്കാനായിട്ട് പറഞ്ഞു. അത് കാരണം ഈ കണ്ണിന് പരിമിതിയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വിളിക്കണത് അവരെയാണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ അവരുടെ പേര് വെച്ച് എന്ത് ചെയ്യണം, ഇനിഷ്യൽ ചെയ്യണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും എന്നൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റിൽ പറഞ്ഞു നിർത്തിയത്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റ് ആർക്കെങ്കിലും മനസ്സിലായതുണ്ടോ? അല്ല, മനസ്സിലാവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒരാള് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിൽക്കുക. അപ്സ, ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അടുത്ത ടോപ്പിക്കിലേക്ക്. അല്ല, അപ്സ എക്സ്പ്ലെയിൻ ചെയ്താലാണ് പറഞ്ഞത്. മോന് ക്ലിയർ ആണല്ലോ, അപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താന്ന് കേട്ടോ. അതിലിപ്പോ നമ്മളെ നോട്ടിലുള്ളത് പറഞ്ഞു തരുന്നില്ല. മോൻ എന്താണോ മനസ്സിലായത് അതൊന്ന് പറഞ്ഞാൽ മതി മലയാളത്തില്. ഓക്കെ,
ഞാൻ പറഞ്ഞാ മതിയോ? ആടാ മോനെ പേരെന്തെന്നാ? എന്റെ പേര് റിഷാന എന്നാണ്. എന്റെ ഗൂഗിൾ ID അബ്ബാസ് സഹീർ എന്നാണ്. പേര് റിഷാന. എന്താണ്? വിശാന. റിഷാന RISHANA. ഓക്കെ റിഷാന. സോറി എടാ, അങ്ങനെ എന്തോ കുട്ടിയുടെ പേരെന്ന് വിചാരിച്ചിട്ടാടാ. റിഷാന. കഴിഞ്ഞ ക്ലാസ്സിൽ ദ കമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാ പറഞ്ഞിരുന്നത്. അതായത് എന്താ സ്പെഷ്യൽ ആയിട്ട് ചില കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരും. സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും മാനസികമായിട്ടൊക്കെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു കെയർ കൊടുക്കണം. അതാണ് ഈ കമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. അത് കാഴ്ചക്ക് പരിമിതിയുള്ള കുട്ടികൾക്കാണ് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നുള്ളത് ഒന്നാമത് പറയുന്നത്. ചില കുട്ടികൾക്ക് ജന്മനാ കാഴ്ച ഇല്ലാത്ത കുട്ടികളുണ്ടാവും. ചിലർക്ക് എന്താ വല്ല അസുഖങ്ങൾ, അതായത് പനിയോ ഈ സ്മാൾ പോക്സ്, മെനിഞ്ചൈസ്, ഇതുപോലെ രച്ചമ്മ പറഞ്ഞ അസുഖങ്ങളൊക്കെ വന്ന് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ടാകാം. അപ്പോൾ അത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് എന്താ അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെ കെയർ കൊടുക്കേണ്ടതെന്ന് വെച്ചാലും അവരിനി ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കണമെന്ന് വെച്ചാൽ അവർ ഫ്രണ്ട് ബെഞ്ചിൽ കൊടുന്ന് ഇരുത്താം. അതുപോലെ അവർക്കായിട്ട് സ്പെഷ്യൽ ഒരു ടൈം കൊടുക്കുക. എല്ലാ കുട്ടികളെയും പോലെ അവർക്ക് സ്പീഡിൽ എഴുതാൻ പറ്റാത്ത കാരണം അവർക്ക് നമ്മൾ കുറച്ച് ടൈം എക്സ്ട്രാ കൊടുക്കുക. അതുപോലെ എന്താ പിന്നെ വലിയ അക്ഷരം നമ്മൾ ബോർഡിലൊക്കെ എഴുതുകയാണെങ്കിൽ അവർക്കും കൂടി കാണാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളാക്കിയിട്ട് അവർക്ക് എഴുതി കൊടുക്കുക. അതുപോലെ ലേറ്റ് ഒക്കെ കിട്ടുന്ന തരത്തിൽ അവരെ ഫ്രണ്ടിൽ കൊടുന്നിരുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ബോർഡൊക്കെ നേരെ കാണും ചെയ്യാലോ. അങ്ങനെ അവർക്ക് വേണ്ട. അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ആപ്പിളിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുക, അതല്ലെങ്കിൽ ഒരു പൂവിനൊക്കെ, ഒരു ചെമ്പരത്തി പൂവിനൊക്കെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു പൂവ് അവരെ കൈ കൊടുക്കുന്നത് അവർക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഷേപ്പ് എന്താണ് എങ്ങനെയെന്നൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്തരം കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സമയാസമയം ആ കുട്ടികൾക്ക് കണ്ണിന്റെ ഒക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ അത് അവർക്ക് ഉപകാരപ്പെടും. ഇത്രയാണ് ആ ഭാഗത്ത് പറയണത്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഏകദേശം വിഷ്വൽ ഇംപേർമെന്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് എന്താണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റ്. കേൾവി കുറവുള്ളത്, കേൾവി പരിമിതിയുള്ള കുട്ടികൾ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? കേൾവി റിലേറ്റഡ് ചിലവർക്ക് പൂർണ്ണമായിട്ട് എന്തുണ്ടാവില്ല, കേൾവി ശക്തി ഉണ്ടാവില്ല. ചിലവർക്ക് എന്ന് പറഞ്ഞാല് കുറച്ച് കേൾവി ശക്തി ഉണ്ടാവും. അപ്പൊ അവർക്കാണെങ്കിൽ ഹിയറിംഗ് എഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കാനൊക്കെ പറ്റും. ആ ഒരു ചെവിയിൽ വെക്കുന്ന ഒരു സംഭവമാണ് ഹിയറിംഗ് എഡ് എന്ന് പറയുന്നത്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. അപ്പൊ അത് യൂസ് ചെയ്ത ചിലപ്പോ അവർക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേൾവി കേൾക്കാനൊക്കെ ആയിട്ട് പറ്റും. നോക്കട്ടെ, ഇതാണ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. കേൾവി കുറവുള്ള ആൾക്കാർ യൂസ് ചെയ്യണ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് വോയിസ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹിയറിംഗ് എയ്ഡ്. ഓക്കെ, അപ്പം കേൾവി കുറവുള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കേൾവിക്കുറവ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയിൽ വേറൊരാൾ പാരന്റ്സിന് ആർക്കെങ്കിലും കേൾവിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് കൈമാറി വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ പാരന്റ്സിന് ഒരാൾക്ക് കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ജനിക്കാൻ പോകുന്ന കുട്ടിക്കാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം ചെറുപ്പത്തിലെ അവന്റെ കേൾവിക്ക് ഇതിന് പ്രശ്നം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, ഡഫ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾക്ക് ഈ കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഫാമിലി തന്നെ മാരേജ് നടത്താറില്ലേ, ഫാമിലിയിൽ തന്നെ മാരേജ്, കസിൻസ് ഒക്കെ തമ്മിൽ മാരേജ്, അങ്ങനെ മാരേജ് ഒക്കെ നടക്കുമ്പോഴും എന്താണ് കേൾവിക്കുറവ് വരാനുള്ള ചാൻസ്, അങ്ങനത്തെ പരിമിതികൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ക്ലോസ് റിലേഷൻ മാരേജ് ആണ് ഞാൻ പറഞ്ഞത്. കസിൻസ് ഇപ്പം ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളൊക്കെ കല്യാണം കഴിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ചില ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പുകൾ ഒരു പാരന്റിന്റെ പോസിറ്റീവും ഒരാളുടെ നെഗറ്റീവും ആണെങ്കിൽ ആ ഒരു കോംപ്ലിക്കേഷൻ, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.
ഇനി നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ കുട്ടികൾ എന്താ പറയാ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അവർ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇതെല്ലാം കുട്ടിയുടെ കുട്ടിയുടെ വളർച്ചയെ ഒരുപാട് ബാധിക്കും. ഇപ്പൊ ആൽക്കഹോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന പാരന്റ് ആണ് അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ ആ കുട്ടിക്ക് ഇതേപോലെ കേൾവിക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഇത് പുകവലിക്കണ അല്ലെങ്കിൽ നിക്കോട്ടിൻ കൂടുതലായിട്ട് യൂസ് ചെയ്യണ പാരന്റ് ആണെങ്കിൽ അവർക്ക് എന്താണ് ആ കുട്ടിക്ക് ഡെഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അമ്മ തന്നെ ചെയ്യണമെന്നില്ല, അമ്മ തന്നെ എന്തെങ്കിലും സ്മോക്ക് ചെയ്യണമെന്നില്ല. സ്മോക്ക് എങ്ങനെയാണ്, സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കാണ്. അപ്പം ഹസ്ബൻഡ് സ്മോക്ക് ചെയ്തിട്ട് സ്മോക്ക് ചെയ്ത് ആ ഒരു സ്മോക്കിന്റെ ആ ഒരു എന്താ പറയാ പുക അമ്മ ശ്വസിക്കുകയും അതുവഴി കുട്ടിക്ക് അത് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടിക്ക് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, പുകവലി ശ്രദ്ധിക്കണം. അതേപോലെ ആൽക്കഹോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന പാരന്റ്സ് അമ്മയാണെങ്കിലും എന്താ ആ കുട്ടിക്ക് ഡെഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ജനിക്കുന്നേക്കാളും മുമ്പ് വരണ കോസസ് ആണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് കൂടുതലാണെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോഴും എന്ത് ചാൻസ് ഉണ്ട്, നമുക്ക് ഡെഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ പൊക്കിൾ കൂടി കഴുത്തിൽ കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് ഓക്സിജൻ കിട്ടാത്തൊരു അവസ്ഥയിലാണ് കുട്ടീനെ പുറത്തെടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ നമ്മൾ എന്ത് കൊടുക്കണം, കുറച്ചും കൂടി പരിചരണം കൊടുക്കണം. കാരണം അങ്ങനത്തെ കുട്ടികളിൽ എന്താണ് ഡഫ് ആവണതായിട്ട് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രീമച്യൂർ ബർത്ത് എന്ന് വെച്ചാല് മാസം തികയാതുള്ള ജനനങ്ങളുണ്ട് അല്ലെ കുട്ടികള്. ഒരു 34 ആഴ്ച എന്ന് പറയുന്നത് മാസം തികഞ്ഞുള്ള എന്താ പറയാ ജനനങ്ങൾ പറഞ്ഞാൽ അതിന് മുമ്പത്ത് തന്നെ ഡെലിവറീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കെയർ കൊടുക്കണം. അവരും ഡെഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞ വെയിറ്റിന്റെ കാര്യത്തില് വെയിറ്റ് കുറവായിട്ടുള്ള കുട്ടികളെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു കുട്ടി ജനിക്കുന്നേക്കാളും മുമ്പ് ആ കുട്ടിക്ക് കേൾവി കുറവ് വരാനുള്ള ചാൻസ് കാരണങ്ങൾ. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കേൾവിയുടെ പരിശോധനകളൊക്കെ എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. നേരത്തെ അത് കണ്ടുപിടിക്കുകയും അതിന് പരിഹാരങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ എന്താ വേണ്ടതെന്നുള്ള പരിഹാരങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൈ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ബാക്കിയുള്ള പോരായ്മകളെക്കാളും കൂടുതൽ ഹിയറിംഗ് ഇംപേഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. അവർ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണമെങ്കിൽ അവർക്ക് അത് ഇമോഷണലി ഒരുപാട് എന്ത് ചെയ്യും, ഇമോഷണലി അവർ ഒരുപാട് എന്ത് ചെയ്യും, പിൻവലിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും ഒറ്റപ്പെടുത്താനോ കളിയാക്കാനോ അല്ല കളിയാക്കുകയല്ല വേണ്ടത്. നമ്മൾ അവർക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാം. 2 രീതിയിലാണ് അവര് എന്ത് ചെയ്യണത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഒന്ന് ആക്ഷൻസ്, കൈ കൊണ്ടൊക്കെ ആക്ഷൻസ് ഒക്കെ കാണിച്ച് അവരെന്താ ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് ലിപ് റീഡിങ്. ലിപ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്പ് ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം റീഡ് ചെയ്ത് മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ ന്യൂസ് ഒക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റോ മനോരമയിലാണ് ന്യൂസ് റീഡ് ചെയ്യണത്. ഇങ്ങനത്തെ ഹിയറിംഗ് ഇംപേർഷ്മെന്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ന്യൂസ് റീഡ് ചെയ്യാറുണ്ട്. സാധാരണ ന്യൂസ് റീഡ് ചെയ്യുന്നതിന്റെ സൈഡിലായിട്ട് ഒരു എന്താ പറയുക ബോക്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തുണ്ട്, ഇതാണ് ആക്ഷൻസ് രൂപത്തില് കുട്ടികൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർഷ്മെന്റ് കണ്ടിട്ടുണ്ടല്ലോ. ഹിയറിംഗ് ഇംപേർഷ്മെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം അവർ എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർഷ്മെന്റ്. Compensatory or special education is needed for the pupils who are disabled by hearing impairment. കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, കോമ്പൻസേറ്ററി അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഹിയറിംഗ് ഇംപേർഷ്മെന്റ് മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി. പല ഡിഗ്രിയിലായിരിക്കും ഹിയറിംഗ് ഇംപേർഷ്മെന്റ് വരുന്നത്. ചിലവർക്ക് ഒട്ടും കേൾവി ഉണ്ടാവില്ല, ചിലവർക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കേൾവി ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് അവർക്കൊന്ന് മെഷീനൊക്കെ വെച്ച് അവർ നോക്കും എത്ര പെർസെന്റേജ് ആണ് അവരുടെ കേൾവി ശക്തി എന്നുള്ളത്. അപ്പൊ സാധാരണ കേൾവി ശക്തിക്ക് അത്രയും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് യൂസ് ചെയ്യാം, ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ കേൾവി ശക്തി എന്തെടുക്കാൻ പറ്റും, കേൾവി ശക്തി റീപ്ലേസ് എന്താ പറയാ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ.
ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്താണ് കേൾക്കാനൊക്കെ പറ്റും, നമുക്ക് കേൾക്കണ പോലെ കേൾക്കാൻ പറ്റും. ഒരു പരിധി വരെ. ഇനി ഒട്ടും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. Hence, these children require different level of treatment. So, അവർക്ക് different level of treatment ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യുന്നത്. Hearing disability affects the state of mind of children in different ways. കുട്ടികളുടെ മനസ്സാണ്, അവർക്ക് ഹിയറിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പല രീതിയിൽ അവരുടെ മൈൻഡിനെ അത് എന്തെങ്കിലും എഫക്ട് ചെയ്യും. കാരണം ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ കാര്യം ശരിക്കും മനസ്സിലാവണില്ല. അപ്പൊ എന്തോരം ഒരു പ്രശ്നം ഉണ്ടാവും, ആ കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് ആ കുട്ടിക്ക് എന്തോരം ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചു വേണം അവരെ അങ്ങനത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. സോ ദേ ഷുഡ് ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ അവർക്കും അവരുടെ അടുത്ത് ഉള്ള ആൾക്കാർക്കും കൂടെ ഉള്ള ആൾക്കാർക്കും സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം, നല്ലതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം നോർമലി ടേക്ക് പ്ലേസ് ഇൻ 3 ways. 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ വന്നത്. ത്രൂ ആക്ഷൻസ്, നമ്മളിങ്ങനെ ആക്ഷൻസ് ഒക്കെ കാണിക്കും, കാര്യങ്ങളൊക്കെ അവര് ഇങ്ങനെയൊക്കെ കാണിക്കും. ടൈമിന്റെ ടൈമിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആക്ഷൻ തോന്നുന്നുണ്ട്. അവര് ഫിംഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്ന ആക്ഷൻസ്. പിന്നെ ലിപ് റീഡിങ് വഴി അവരെന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. ദെൻ ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് ഓഫ് ദിസ്, ആക്ഷനും അതേപോലെ തന്നെ ലിപ് റീഡിങ് വഴിയും കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ചാപ്റ്റർ 8 ആണ് ചൈൽഡ് വെൽഫെയർ. മോനാദ്യമായിട്ട് കയറണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നത്, അല്ലെങ്കിൽ ജന്മനാല അവർക്ക് വൈകല്യങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. കോംപ്ലിക്കേഷൻ, പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസിയുടെ ടൈമിൽ അമ്മ എന്ത് ചെയ്യണത്, ആൽക്കഹോൾ അതേപോലെ നിക്കോട്ടിൻ ചില പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യണത് വഴി, അതേപോലെ തന്നെ പ്രീമച്വർ ബർത്ത്, ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് തൂക്കം കുറവാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് എന്ത് വരാണ്ട്, ഡിഫോർമാലിറ്റി ഇൻ ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവി പരിമിതി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞതാണ്, ഡഫ് ആയിട്ടുള്ള പാരന്റ്സ് ജനിക്കുന്ന കുട്ടികളും ഡഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില കേൾവിക്കുറവുള്ള പാരന്റ്സും ജനിക്കുന്ന കുട്ടികൾക്കും കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ക്ലോസ് റിലേഷനുള്ള മാരേജുകളാണെങ്കിൽ അവർക്കും ഇതേ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കോംപ്ലിക്കേഷൻ. ഇത്രയും കാരണം കൊണ്ടാണ് കുട്ടികളിൽ എന്ത് വരുന്നത്, ഹിയറിംഗ് ഇംപേർമെന്റ് വന്നത്. ഹിയറിംഗ് ഇംപേർമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികളെക്കാളും കുറച്ചും കൂടി സ്പെഷ്യൽ കെയറും ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. ഡിഗ്രി ഓഫ് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്ത് അവർക്ക് കേൾവി പുനഃസ്ഥാപിക്കാൻ പറ്റണതാണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് ആ കേൾവി ശക്തി തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഒട്ടും പറ്റില്ലെങ്കിൽ അവർക്ക് എന്താണ് സ്പെഷ്യൽ ട്രെയിനിങ്, നമ്മൾ ഒട്ടും കേൾവി ശക്തി ഒട്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 3 വേസിലാണ്. ഫസ്റ്റത്തെ ആക്ഷൻസ്, സെക്കൻഡത്തെ ലിപ് റീഡിങ്, മൂന്നാമത്തെ ചില കോമ്പിനേഷൻ ഓഫ് ബോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷന്റെയും ലിപ് റീഡിങ്ങിന്റെയും കോമ്പിനേഷൻ വഴിയാണ് അവർ എന്ത് ചെയ്യണത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇത്രയും കാര്യങ്ങളാണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഹിയറിംഗ് ഇംപേർമെന്റിനെ കുറിച്ച് എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞു തരണം. അതേപോലെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരുടെ എന്താ പറയാ കാര്യങ്ങൾ, അവരെങ്ങനെയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റ് മനസ്സിലായോ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയോ? ഞാൻ ഇത്തിരി സ്പീഡായി പോയോ? കുഴപ്പമൊന്നുമില്ല, ക്യാച്ച് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും വന്നില്ലല്ലോ? ഓക്കെ. അനിത അല്ലെ, അനിത ആരെന്ന് വെച്ചാൽ പറഞ്ഞോ കേട്ടോ. ഞാൻ പറയട്ടെ? പറഞ്ഞോടാ. കേൾക്കുന്നുണ്ടോ? കേക്കാട്ടോ, പറഞ്ഞോ. ഹലോ. ഓക്കെ. അതായത് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇംപേർമെന്റ് എന്ന് വെച്ചാൽ കേൾവി പരിമിതിയുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്.
അതായത് കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ നൽകണം. പിന്നെ ഈ കേൾവി പരിമിതിയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പല ഡിഗ്രീസിലായിരിക്കും അവരുടെ ഗ്രാവിറ്റി വരുന്നത്. അതായത് ഈ കേൾവി വരുന്നത് പല രീതികളിലായിരിക്കും. അതായത് ഇപ്പൊ ആൽക്കഹോൾ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ചെയ്യുന്നവരിലൂടെ ആ സ്മോക്കിങ്ങിന്റെ ഒക്കെ പുകയൊക്കെ വന്നിട്ട് അങ്ങനെ വൈകല്യം സംഭവിക്കാം. പിന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാല് പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബ്ലഡ് കോംപ്ലിക്കേഷൻ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ കേൾവി പരിമിതി ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാല് ഇവര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന് വെച്ചാൽ 3 രീതിയിലായിരിക്കും അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് ത്രോ ആക്ഷൻസിലൂടെ, അതായത് ആക്ഷൻസിലൂടെ ആയിരിക്കും അവർ ഇതാക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ലിപ്സ് റീഡിങ്ങിലൂടെയും പിന്നെ ഹെൽത്തി കോംബോ, ഇങ്ങനെ 3 രീതിയിലൂടെയാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളായാലും അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതായത് അവർക്ക് അവരിങ്ങനെ പറയുമ്പോൾ, അതായത് ഇങ്ങനെ ലിപ് റീഡിങ്ങും ആക്ഷൻസ് ഒക്കെ കാണിക്കും, നമ്മൾ അവരെ കളിയാക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇത്രയാണ് മനസ്സിലായത്. ഓക്കേടാ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത ആരാണ് പറയണത്? മാം ഓക്കെ, പറഞ്ഞോളൂ ദീപിക. മാം ഞാൻ ജസ്റ്റ് എന്റെ അമ്മയ്ക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്റെ അമ്മ ജനിച്ചപ്പം കേൾവിക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പം അമ്മയ്ക്ക് കേൾവിക്ക് പ്രശ്നം വന്നതാണ്. അപ്പൊ അമ്മ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തു. എന്നിട്ട് ഒരു ചെറുതായിട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും കേൾവിക്ക് പ്രശ്നം വന്നിട്ട് ഒരു ചെവി തീരെ കേൾക്കില്ല, ഒരു ചെവിക്ക് ചെറുതായിട്ട് കേൾക്കാം. അപ്പൊ ആ കേൾക്കുന്ന ചെവിയില് അമ്മ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് കുറെ കാലം അങ്ങനെ ഉപയോഗിച്ച് നടന്നു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ പിന്നെയും ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഓക്കെ ആണ്. പക്ഷെ കേൾവിക്ക് കുറച്ചും കൂടി ശക്തി കിട്ടാൻ വേണ്ടി ഇപ്പോഴും ഒരു ചെറിയ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം എന്റെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും അങ്ങനെ ശരിക്കും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വിധി വരെ അമ്മയ്ക്ക് കേൾക്കാം, ഒരു പരിമിതി വരെ കേൾക്കാം അമ്മയ്ക്ക്. അപ്പൊ കമ്മ്യൂണിക്കേഷന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ? നമ്മ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവായ്മ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തീരെ ഓപ്പറേഷൻ കേൾക്കാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. നമ്മൾ അത്ര ഉറക്കെ പറയണം, അല്ലെങ്കിൽ പിന്നെ കൈകൊണ്ട് ചിലപ്പം കാണിക്കേണ്ടി വരുമായിരുന്നു. മിസ്സേ, എന്റെ പെങ്ങളെ മകനും ഇതേപോലെ തന്നെ ഉണ്ട്. അപ്പോ പ്രഗ്നൻസി ടൈമില് ഈ പെങ്ങൾക്ക് വേദന വരാണ്ട് ഇപ്പൊ ഡോക്ടർ വേദന വരുന്നവരെ വെയിറ്റ് ചെയ്ത്, അപ്പോ വേദന വരാണ്ടായപ്പോ പിന്നെ സിസേറിയൻ ചെയ്യുകയോ ചെയ്തേ. അപ്പോഴേക്ക് ലേറ്റ് ആയപ്പോ കുട്ടിയുടെ ചെവിയിൽ വെള്ളം കയറിയിട്ട് പിന്നെ കേൾവി ഇല്ലാതാവുകയും ചെയ്തതെന്ന് പറയുന്നത്. അപ്പോ കേൾവി ഇല്ലാത്തതുകൊണ്ട് അവൻ സംസാരിക്കുകയും ചെയ്യൂല. അപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്ലാങ് മാറ്റായതുകൊണ്ട് എല്ലാവർക്കും തിരിയണം എന്നില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പോ കേൾവി ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല. അപ്പൊ ഇവനെ ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഇവർ ഇതേപോലെ ലിപ് റീഡിങ്ങിൽ കൂടിയും ആക്ഷനിൽ കൂടിയാണ് നമ്മളൊക്കെ പറയുന്നത്. അവൻ ലിപ് റീഡിങ്ങിലൂടെ ആക്ഷനിൽ കൂടിയല്ല ഇതെല്ലാം മനസ്സിലാക്കല്. അപ്പോ ഇവര് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവർ ഈ ആക്ഷനിലൂടെയാണ് ഫുള്ള് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഭയങ്കര മുന്നേലും ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി വലുതാവും തോറും പിന്നെ മറ്റുള്ള കുട്ടികളെ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോ ഭയങ്കര സങ്കടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവല്. പക്ഷെ ഇവര് പഠിക്കുന്നത് അവരുടേതായ മാത്രം സ്കൂളിലാണ്. അപ്പൊ അവര് അങ്ങനെയുള്ള കുട്ടികൾ മാത്രമുള്ളത് കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ ഇപ്പം കുറെ എല്ലാവരുടെ ഇടയിൽ നിൽക്കാൻ ഭയങ്കര മടിയാ. വേറെ ആയിട്ട് പോവുക ചെയ്യാ. പ്രഗ്നൻസിയിൽ വന്ന ഡിഫിക്കൽട്ടീസ് കാരണമാണ് ആ കുട്ടിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയത്. അതേപോലെ തന്നെ കേൾവിശക്തി കുറവാണ്. കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികളെ നമ്മൾ വിചാരിക്കും അവര് സംസാരിക്കില്ലാന്ന് വിചാരിക്കും. മറ്റേ ഓക്കെ,
കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾ എന്തെങ്കിലും നമ്മൾ വിചാരിക്കുക അവർ സംസാരിക്കൂല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടിക്ക് കേൾവി ശക്തിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ സംസാരിക്കാത്തതിന് പ്രശ്നമാണ്. അപ്പൊ ഒരു ഏജ് കഴിയുമ്പോ 2 വയസ്സൊക്കെ കഴിയുമ്പോ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങും. അവര് എന്താണ് സംസാരിക്കുമ്പോ ഒരു ആക്ഷൻസ് അതേപോലെ അത് പറഞ്ഞൊക്കെ തുടങ്ങും. കാ കാ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമല്ലോ. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, സംസാരിക്കണുണ്ടോ, കുട്ടികൾ സംസാരിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അവർ സൗണ്ടുകൾക്ക് അനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അതെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരാവുമ്പോ ഈ നമ്മുടെ വീട്ടിൽ എന്താണ് മെയിൻ ആയിട്ട് കുക്കറിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ അവര് പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. സാധാരണ കുട്ടികൾക്ക് നമ്മൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോ എന്താണ് അവർ പേടിയാവും, അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ കരയും. ഇതിങ്ങനെ പ്രതികരിക്കാണ്ട് നോക്കി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം, ശരിക്കും അതിന് പ്രശ്നം ഉണ്ടാവും. അവർ നമ്മൾ വിളിക്കുക, സൈഡിൽ നിന്നിട്ട് വിളിക്കാം. അപ്പൊ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ടല്ല കേട്ടിട്ട് നമ്മൾ സൗണ്ട് കേട്ട് വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളിൽ തന്നെ കേട്ടോ. നമ്മൾ ജനിക്കുമ്പോ തന്നെ ഒരുപാട് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കുട്ടീനെ കിട്ടണം. ജനിച്ചന്നോ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിലോ കേൾവിയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഭൂരിഭാഗം എല്ലാ ഹോസ്പിറ്റൽസിലും കേൾവി പരിശോധന എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിട്ട് സൗണ്ട് കേൾക്കണമെന്നൊക്കെ നോക്കാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടും ഇനി എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് കണ്ടെത്താനായിട്ട് നമ്മൾ നോക്കാം. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികള് ഈ ബഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെവിയിലിടുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതേപോലെ നമ്മൾ ഒരിക്കലും പിള്ളേർക്കൊന്നും അറിഞ്ഞൂടി ബഡ്സ് ഒക്കെ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന്. നമ്മൾ ഈ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അവരത് കാണുന്നത്. മാക്സിമം അവർ കാണാത്ത രീതിയിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് ഈ ബഡ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോ അവർക്ക് അറിഞ്ഞൂടെ എന്തോരം ദൂരേക്ക് പോകാൻ പാടുന്നത്. നമ്മുടെ ഇയർ ട്രമ്മിന്റെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്റെ മോള് ബഡ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ചെറിയ ദിവസം 3 വയസ്സായിട്ടുള്ളൂ, പക്ഷെ അവള് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇൻഫെക്ഷൻ ആയി. ചെറിയ ചുമയും ജലദോഷം വന്നപ്പോ തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയി. നോക്കിയപ്പോ ചെവി വേദന എന്നാ പറയണത്. ചെവി വേദന എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. കരച്ചില് പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ വെട്ടിക്കും, തലയിട്ട് ഇങ്ങനെ വെട്ടിക്കാം. നമുക്ക് പേടി. വേഗം കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു ആ ചെവിയുടെ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതാണ്, വേറെ എന്തെങ്കിലും ചെവിയിൽ ഇടാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളുടെ കയ്യിൽ ബഡ്സ് ഞാൻ കണ്ടു, പക്ഷെ അത് ഇട്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബഡ്സ് യൂസ് ചെയ്യരുതെന്ന ഡോക്ടർ പറഞ്ഞത്. അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഇയറൊക്കെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തോളും, ക്ലീൻ ചെയ്യണ ഒരു എന്താ പറയാ ഓർഗനാണ്. അതേപോലെ ഈ കാണുന്ന വാക്സ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ചെവിയിലുള്ള വാക്സും അത് നമ്മുടെ ചെവിക്ക് നല്ലതാണ്. ഈ പൊടികളൊക്കെ പോവാതിരിക്കാൻ ആ ഒരു പറ്റിയിരിക്കുന്നതാണ് വാക്സ് ഒക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെവിക്ക് നല്ലതാണ്. നമ്മൾ അത് ക്ലീൻ ചെയ്ത് എപ്പോഴും കളയണമെന്നില്ല. ഈ പുറത്തെങ്ങാനും വരികയാണെങ്കിൽ മാത്രം ഒന്ന് തുടച്ചു കളഞ്ഞാൽ മതി. അല്ലാണ്ട് നമ്മൾ വലുതായിട്ട് ബഡ്സ് ഒക്കെ ഇട്ട് അത് യൂസ് ചെയ്ത് അത് ഒരുപാട് എന്ത് ചെയ്യേണ്ട കോംപ്ലിക്കേഷൻ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓരോന്ന് പറഞ്ഞോട്ടോ. ഇനി ആരാ പറയണേ? മാം ലാസ്റ്റ് 3 പോയിന്റ്സ് പറഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞോ. ലിപ്സ് റീഡിങ് അല്ല, ലിപ്സ് റീഡിങ് അത് ഞാൻ കേറാൻ ലേറ്റ് ആയിരുന്നു. ലാസ്റ്റ് 3 പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയറിംഗ് ഇംപയർഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരു എന്താ പറയാ വേറൊരു രീതിയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, സ്പെഷ്യൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരോടുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യമായാലും 3 രീതിയിലാണ്. ഫസ്റ്റത്തെ ആക്ഷൻസ് വഴിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് ആക്ഷൻസ് കാണിക്കും, അത് അവര് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. ചില കുട്ടികളാണെങ്കിൽ ലിപ് റീഡിംഗ് ആണ്, ചുണ്ടനക്കണ അനുസരിച്ച് അവര് അതെന്താണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കും. ആ ലിപ് റീഡിംഗ് വഴി അവർ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 3ാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻസിന്റെ ലിപ് റീഡിങ്ങിന്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ട് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യണ കുട്ടികളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേട്ടാ. അപ്പൊ അനിയത്തിക്ക് എല്ലാരും മ്യൂട്ട് ആക്കിക്കോട്ടോ. ഞാൻ മ്യൂട്ട് കൊടുക്കേണ്ട വരും. ഡോക്ടർ പറഞ്ഞു ചെവി ടെസ്റ്റ് ചെയ്തപ്പോ ചെവിക്ക് അനിയത്തിക്ക് ഭയങ്കര ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ചെവിയിൽ ബഡ്സ് ഇട്ടിട്ട് അതിന്റെ പഞ്ഞി അങ്ങോട്ട് ഓരോ വട്ടം ഇടുമ്പോഴും കുട്ടിയായിരിക്കുമ്പോ അവള് ഇട്ടിട്ട് അത് പഞ്ഞി അടിഞ്ഞിരിക്കുകയാണെന്ന്, എന്നിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ചിലപ്പോ ചെവി കേൾക്കുള്ളൂ, ചിലപ്പോ കേൾക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു.
പിന്നെ ഭഗവാൻ കാരണം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ബഡ്സ് ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. ബഡ്സിന്റെ പഞ്ഞി പറ്റിയിട്ട് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. മാറിയത് പഠിച്ചിരുന്ന സമയത്താണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തത്. കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആവാറുണ്ട് കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തോ. അതേപോലെ പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. അത് ഇയർഫോൺ യൂസ് ചെയ്തിട്ട് ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് അവൻ്റെ ചെവിയുടെ ഉള്ളിലായിട്ട് ഹോള് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കേൾവിക്കുറവ് സംഭവിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവരിന് ഈ സൗണ്ട് ഒരുപാടായിട്ട് ഇയർഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജോബായിരുന്നു അവൻ്റേത്. അപ്പൊ അതിന് അവർക്ക് സംഭവിച്ചതാണ്. ചെവിക്ക് ഉള്ളിലൊരു ഹോള് വീണ്ടും സൗണ്ട് പോയി ഒരു ചെവിയില്. പിന്നെ അത് ഡോക്ടർ പറഞ്ഞിട്ട് കെയർ ചെയ്യണം, ചെവിയിൽ വെള്ളം കയറാതെയും പഞ്ഞി വെച്ചിട്ടും ഒരുപാട് സൗണ്ട് കേൾക്കാതെയൊക്കെ രീതിയിൽ കെയർ ചെയ്യാൻ പറഞ്ഞു. അത് തനിയെ അടയൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഇയർഫോണിൽ ഒരു സൗണ്ട് ബാലൻസ് ഉണ്ട്, അത് അധികമായി കഴിഞ്ഞാലും നമുക്ക് ടൈമിങ്ങും ഉണ്ട്, അത് ഒരുപാടായി കഴിഞ്ഞാലും അങ്ങനെ ചെവിക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിയാണ്. ഞാൻ ആ കാര്യം പറയാൻ മറന്നു. ഈ ഇയർഫോണിന്റെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ജനറേഷനുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് വെച്ചിട്ടായിരിക്കും കേൾക്കുന്നത്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഹിയറിങ്ങിന്റെ പ്രശ്നം വന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാവും. മാക്സിമം എന്ത് ചെയ്യുക, ചെവിയിലുള്ള സൗണ്ട് എടുത്ത് മാറ്റിയിട്ട് സ്പീക്കറിലിട്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ എപ്പോഴും നമ്മുടെ ചെവിയിൽ നിന്ന് ആ റേഡിയേഷൻ, ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ചെവിക്ക് നല്ലതല്ല. ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതല്ല, എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്ക് അത് എന്തല്ല നല്ലതല്ല. മാക്സിമം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലത്. ഞാൻ യൂസ് ചെയ്യൂല, ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യൂല. സാധാരണ എന്റെ പരിസരത്തിലൊക്കെ ഉള്ള മിക്കവരും ഈ ഹെഡ്സെറ്റ് ചെവിയിൽ കഴുത്തിലിട്ടുണ്ട് നടക്കുന്നത്. പക്ഷെ ഞാനത് യൂസ് ചെയ്യൂല. എനിക്ക് ചെവിയുടെ പ്രശ്നം എന്നല്ല, എനിക്ക് എന്റെ അമ്മയ്ക്ക് ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, കേൾവിക്കൊരു കുറവുണ്ട്, കേൾവിക്കുറവുണ്ട്. അപ്പൊ അമ്മ പറയും ഇത് അങ്ങനെ ഒന്നും ചെയ്യരുത്, ചെവിക്ക് ഒരു കാര്യം ചെയ്യരുത്. കാരണം എന്താണ്, ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരുമോ എന്നുള്ള പേടിയോണ്ടായിരിക്കും കേൾവി ശക്തി കുറവ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ അമ്മ അതൊന്നും ചെയ്യിപ്പിക്കില്ല. ചെവിയില് ഹെഡ്സെറ്റ് വെക്കുന്നത് ഇഷ്ടമല്ല, ബഡ്സ് ഇടുന്നത് അധികം ബഡ്സ് ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മ ആ ഒരു ചെയ്തു പോകും, നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ശീലമായതുകൊണ്ട് അത് ചെയ്യും. മാക്സിമം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതിരിക്കുക, കൂടുതലായിട്ട് ബഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ ചെവി ക്ലീൻ ചെയ്യണതാണെങ്കിൽ നനഞ്ഞൊരു തുണി വെച്ച് പുറം ഭാഗം മാത്രം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ഉള്ളിലോട്ട് ഒന്നും ഇടാതിരിക്കാൻ നോക്കുക. കുട്ടികളാണ്, അവരെന്തെങ്കിലും ചെവിയിൽ എടുത്തിട്ടുണ്ടാകുന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്താണ് ആരെങ്കിലും പറയണ്ടവരൊക്കെ? ഞാൻ പറയട്ടെ, എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവാണ്. എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു വലത് സൈഡിലെ ചെവിക്ക് അത് കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നതാണെന്നാണ് പറയണത്. എന്തോ ഇങ്ങനെ ഒരു ഇയർ ഡ്രമ്മിന് ചെറിയൊരു ഹോളുണ്ട്. അപ്പൊ എനിക്കിപ്പം ഈ ഒരു അടുത്ത ഇടയ്ക്കാണ് ഡോക്ടറെയൊക്കെ കണ്ട്, കുറെ പ്രശ്നങ്ങളായിരുന്നു, എപ്പോഴും ഇങ്ങനെ ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് തല നിറച്ച് ഇങ്ങനെ എണ്ണയൊക്കെ വെച്ച് നമ്മൾ കുളിക്കില്ല, അങ്ങനെയൊന്നും പാടില്ല, തല തണുക്കാൻ പാടില്ല, പിന്നെ കാറ്റടിക്കരുത്, ഫാനിന്റെ ഒക്കെ ആണെങ്കിലും കാറ്റടിക്കുകയാണെങ്കിൽ ചെവിയൊക്കെ എപ്പോഴും മൂടി വെക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണം. പിന്നെ ഈ ഇത് മൈൽഡായിട്ടുള്ള ഒരു പ്രശ്നമാണ് എനിക്കിപ്പോൾ ഉള്ളൂ, ചെറിയതായിട്ടൊരു കേൾവിക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും വലത് സൈഡിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ തനിയെ നമുക്ക് ഇങ്ങനെ ചെവിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെ ജലദോഷമോ ഒക്കെ വന്നാൽ നമ്മൾ മെഡിസിൻ ഒന്നും നമ്മൾ തനിയെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെവിയിൽ ഒഴിക്കാൻ പാടില്ല. അത് ഒരു ENT ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അവർ പറയുന്ന മെഡിസിനെ ഉപയോഗിക്കാവുള്ളൂ.
പിന്നെ ബഡ്സ് അധികം യൂസ് ചെയ്യാൻ പാടില്ല, ഇയർഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരുപാട് സൗണ്ട് വരുന്ന സ്ഥലങ്ങളിലോ ഒക്കെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ ഈ തിയേറ്റർ പോലെയുള്ള സ്ഥലത്തൊക്കെ നല്ല സൗണ്ട് ആണല്ലോ. അപ്പം ഒന്നുമല്ലെങ്കിൽ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് സൗണ്ട് കുറയ്ക്കാൻ നോക്കുക ചെവിയിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്കിപ്പോ ഒരു 5 വർഷത്തോളമായിട്ട് എനിക്കിപ്പോ കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു കേൾവിക്കുറവ് എനിക്കുണ്ട്. അത് കുറച്ച് പ്രായം കൂടുന്തോറും കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10 വർഷം 15 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ശരിക്കും കൂടും. അപ്പൊ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ സർജറിയോ കാര്യങ്ങളോ അങ്ങനെ നോക്കിയാൽ മതി എന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കേട്ടല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യരുത്, ഹിയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ കുട്ടികളോട് നമ്മ പറയാം കേട്ടോ, മാക്സിമം ഈ ചെവിയിലൊക്കെ വെള്ളം കയറിയിരിക്കുന്ന അങ്ങനെയൊന്നും ചെവി എന്താ പറയാ, നീന്താനൊക്കെ പോണ ആൾക്കാർ ചെവിയിൽ സംഭവം അങ്ങനെ പഞ്ഞി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നീന്താൻ നോക്കും. കാരണം വെള്ളം ചെവിയിലധികം കയറണം നല്ലതല്ല. അതേപോലെ നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടറാണെങ്കിൽ കുഴപ്പമില്ല. മലിനമായ ജലമൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ പുഴയിലൊക്കെ പോകില്ല, അങ്ങനെയൊക്കെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ അതേപോലെ നല്ല ഭയങ്കര ചെവിക്കൊക്കെ വേദന തന്നെ ടൈപ്പുള്ള വോയിസ് ഒക്കെ ഉണ്ടാവൂലേ, ആ വോയിസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്കത് ഒരുപാട് നമ്മുടെ ചെവിക്ക് നല്ലതല്ല, ചെവിക്ക് ഒട്ടും നല്ലതല്ല. ഇനി ആരെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടോ? മാം ഒരു എത്ര വർഷം മുന്നേ, ഒരു 11 വർഷം മുന്നേ എനിക്ക് പെട്ടെന്ന് ഒരു ഡേ ചെവി വേദന സ്റ്റാർട്ടായി. പിന്നെ ആദ്യം ഒരു ഡോക്ടറെ കണ്ടപ്പോ ഇൻഫെക്ഷൻ ആന്ന് പറഞ്ഞു, മരുന്ന് തന്നു. വേദന എങ്ങനെയും കുറഞ്ഞില്ല. ഇഞ്ചക്ഷൻ വെക്കുക, രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷൻ, വേദന സഹിക്കാൻ വയ്യാതെ. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ഡോക്ടറെ കണ്ടപ്പോ അത് ക്ലീൻ ചെയ്തപ്പോ വേദന കുറഞ്ഞു. അപ്പോഴേക്ക് അവിടെ ഉള്ള ലെയറിൽ ഹോള് വന്നിരുന്നു. ആ സൈഡ് കേൾവി പറ്റേ ഡൗൺ ആയി. അങ്ങനെ കാലിക്കറ്റ് പോയി സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർജറി കഴിഞ്ഞപ്പോ ഇപ്പൊ ഓക്കെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോൾഡ് വരികയായിരുന്നു. അപ്പൊ ഈ കോൾഡ് വരുമ്പോ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മൂക്കിതാക്കില്ലേ, കഫം കെട്ടി മൂക്കടഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോ അവിടെ ചെവിയിലേക്ക് പ്രഷർ പോയിട്ടാണ് ആ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടാവുക പറഞ്ഞ്. അലർജി വരുമ്പോ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മൂക്കിങ്ങനെ ചീറ്റി എടുക്കുമ്പോഴൊക്കെ ആ ഒരു ഫോഴ്സ് ചെവിയിലേക്കാ പോവാന്ന്. ഇപ്പൊ ചെവി ഇപ്പോഴും പറയും, ഡോക്ടർ പറയും കാണിക്കുമ്പോ, ഒരിക്കലും ജലദോഷം വന്നാൽ സ്ട്രോങ്ങിൽ മൂക്കിങ്ങനെ ചീറ്റി എടുക്കരുത്, അത്രയും പ്രഷർ കൊടുത്തിട്ട് എന്ന് പറയും. അതെനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. ജലദോഷം ഒക്കെ വരുമ്പോ ഇൻഫെക്ഷൻ വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് മുക്കിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മളത് സ്ട്രോങ്ങിൽ ഇങ്ങനെ കൊടുക്കുമല്ലോ, മൂക്ക് അവിടെ അടഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബ് ആകുമ്പോ നമ്മൾ എത്രത്തോളം പ്രഷർ, പരമാവധി പ്രഷർ കൊടുത്തിട്ടല്ലേ നമ്മളത് പറഞ്ഞ് ചീറ്റിയെടുക്കാം. അപ്പൊ ആ പ്രഷർ എന്ത് ചെയ്യും, ചെവിയിലേക്കും പോയിട്ട് ഇതാവും. ശരിക്കും ഞാനത് എന്റെ ഉള്ളിൽ ഇങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കിയിരുന്നു മൂക്കിന്റെ അവിടെ. അപ്പൊ അവര് പറയും ആ ഒരു ഏരിയ ഫുൾ ചോന്ന് കിടക്കാന്ന്. കാരണം ഇയാൾ ഇങ്ങനെ ചീറ്റുന്നതിന്റെ ആ സ്ട്രോങ് കൊണ്ട് അവിടെയൊക്കെ ചുവന്നിരിക്കാന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും ആ ഒരു സംഭവം ചെയ്യരുത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ പ്രഷർ ചെവിയിലേക്ക് പോകും. അത് ആരും അത്ര ശ്രദ്ധിക്കില്ല, ചിലർക്ക് അത് ഇങ്ങനെയൊക്കെ ഇൻഫെക്റ്റഡ് ആവുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മിക്കവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. മാക്സിമം നമ്മൾ കുട്ടികളൊക്കെ കളയാനായിട്ട് പറയൂല, അങ്ങനെ അധികം പ്രഷർ കൊടുക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം വരുന്നത് എന്ത് ചെയ്യുക, തുടച്ച് കളയാൻ നോക്കുക. പിന്നെ മരുന്ന് സാധാരണ ജലദോഷമൊക്കെ വരുമ്പോ ജലദോഷം അല്ലേ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് വിടരുത്. ഇത് നമ്മുടെ ചെവിയില് വെച്ചാല് കൂടുതല് ജലദോഷം അതേപോലെ കഫക്കെട്ടൊക്കെ ആണെങ്കിലും അത് കൂടുതലായിട്ട് ഇരുന്നാലും നമുക്കത് ദോഷകരമായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. സോ നേരത്തെ തന്നെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി വേറെ ആരുടെ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതേപോലത്തെ? മിസ്സിന്റെ മോന് പ്രസവം കഴിഞ്ഞിട്ട് ചെവിക്കുള്ള പ്രശ്നങ്ങള് ടെസ്റ്റ് ചെയ്തതാണ്. ആണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രശ്നമില്ല. പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ അവര് എല്ലാ ടെസ്റ്റും മൂക്കിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോന്നുള്ളത് അവര് പോളിയോ കാർഡില് അതനുസരിച്ച് ഇത് വെക്കും, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. 2 മക്കൾക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ കുട്ടികളിലെ മിക്കവരും ഡെലിവറി കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹിയറിംഗിന്റെ ടെസ്റ്റ് നടത്താണ്ട്, കേൾവി ശക്തി പരിശോധന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് നല്ലതാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടാ. ഇപ്പൊ പുതിയൊരു അറിവല്ല നമുക്ക് കിട്ടണത്. നമ്മളിങ്ങനെ ജലദോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആക്കാതിരിക്കാം, മാക്സിമം മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ നോക്കാം. വരണമെങ്കിൽ അതേപോലെ തണുത്തതൊക്കെ കൂടുതൽ കഴിച്ചാലും ഈ ഒരു പ്രശ്നം, ചെവിക്ക് പ്രശ്നം വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. തണുത്തത് അതേപോലെ ഐസ്ക്രീം ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദന വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അറിവിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ. സ്നേഹ, ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പൊ ഹിയറിംഗ് ഇംപെക്ഷനെ കുറിച്ച് ക്ലിയർ ആയല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഈ അസുഖം വരുന്നതെന്നും അവർക്ക് എങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ, അവരെങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്നും ആ 3 രീതികളും നമ്മൾ പഠിച്ചെല്ലാം ക്ലിയർ ആണല്ലോ ഈ പോർഷൻ? ക്ലിയർ ആണ് മാം. അടുത്ത പോർഷനിലേക്ക് വരാം കേട്ടോ. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, കുട്ടികൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. മൂവ് ചെയ്യാനും അതേപോലെ നടക്കാനും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണ കുട്ടികളെ നമ്മൾ എന്ത് പറയണം? ഫിസിക്കൽ ഡിസബിലിറ്റി ഇമ്പയർമെന്റ് അല്ലേ? ഇംപേഷ്മെന്റ് ആണ്. ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഞാൻ പറഞ്ഞ ഇമ്പേർഷൻ എന്നാണോ? ഇംപേഷ്മെന്റ് എന്നാണ്. സോറി, ഇമ്പേർഷന്റെ സോറി, ഇമ്പയർമെന്റ് എന്നാണ്. ഹിയറിംഗ് ഇമ്പയർമെന്റ് കേട്ടോ, പറഞ്ഞിട്ട് മാറിപ്പോയതാണ്, സോറി. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് കേട്ടോ. അപ്പം അവർക്ക് ചലിക്കാനോ അതേപോലെ തന്നെ മൂവ് ചെയ്യാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പറഞ്ഞ കുട്ടികൾക്ക്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ചിലപ്പോ അവർക്ക് അരക്കി കീപ്പോർട്ടായിരിക്കും തളർന്നിരിക്കുന്നത്. ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തീരെ മൂവ് ചെയ്യാനായിട്ട് പറ്റാത്ത കടപ്പിലാവണം, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ ലോക്കോമോട്ടർ ഡിസബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് നമ്മുടെ ഫിസിക്കൽ ഡിസബിലിറ്റിനെ ലോക്കോമോട്ടർ ഡിസബിലിറ്റീസ് എന്ന് പറയും. ഇനബിലിറ്റി ടു മൂവ്, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവര് മൂവ് ചെയ്യാനായിട്ട് വരും. നമ്മളൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണത് ദൈവം നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിക്കാം. അതേപോലെ ഒരുപാട് കുട്ടികൾക്ക് മൂവ് ചെയ്യാനായിട്ട് അവര് എന്താ പറയാ, ഒട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റാത്ത എന്തോരം ആൾക്കാര് ഉണ്ടെന്ന് അറിയാമോ ലോകത്ത്. അപ്പൊ അവർക്ക് അവരുടെ ബോഡി പാർട്സ് ഒന്നും അവർ വിചാരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഇവർ ഇൻജുറീസ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത്. ചെറുപ്പത്തിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റുമ്പോഴോ അല്ലെങ്കിൽ ജന്മനാലെയോ വരാറുണ്ട്. അല്ലെങ്കിൽ ചില അസുഖങ്ങൾ വന്നാലും ഇതേപോലെ എന്താ പറയാ ഫിസിക്കൽ ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എയ്ഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താ പറയാ സ്പൈനൽ കോഡിൽ ഇഞ്ചുറീസ്, നമുക്ക് സ്പൈനൽ കോഡിൽ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റൂല. നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എഴുന്നേക്കാനോ മൂവ് ചെയ്യാനോ നടക്കാനൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല. ഇങ്ങനത്തെ ഡിസബിലിറ്റീസ് ആണ് നമ്മൾ എന്ത് പറയണത്, ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയണത്. ഇവർക്ക് ഇങ്ങനെപ്പോ ഞാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഒരു കുട്ടി പെൺകുട്ടിയാണ്, നീതു എന്ന പേര്. ഒരു കുട്ടി അവൾക്ക് എന്ന് വെച്ചാല് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവൾ വന്നേക്കാൾ മുമ്പായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തു. ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ അവള് ഇങ്ങനെ നമ്മളെന്താ പറയാ വീൽ ചെയറിലാണ് കൊണ്ടുവന്നിരുന്നത്. വീൽ ചെയറിൽ എല്ലാ ദിവസവും അവളെ രാവിലെ തന്നെ കൊണ്ടുവരും. അവളുടെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. ക്ലാസ് ഒക്കെ നടക്കുമ്പോ അമ്മ പുറത്ത് വന്നിരിക്കും. ക്ലാസ് കഴിയുമ്പോ അവർക്ക് ഒരു റൂം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അവർ പോയിരുന്നത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ കുട്ടികളെ നിൽക്കുന്ന റൂമാണ്, ഒരു സ്പെഷ്യൽ റൂമാണ്. അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ബെഞ്ചിലേക്ക് എടുത്ത് ഇരുത്താറൊന്നുമില്ല അമ്മ. അങ്ങനെ വീൽ ചെയറിൽ ആ ഒരു ടേബിളിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്താണ് ചെയ്യാറ്. ആൾക്ക് ഒട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഞാനിത് പറഞ്ഞപ്പോ എനിക്ക് ആ കുട്ടിയുടെ മുഖം ഇങ്ങോട്ട് ഓർമ്മ വന്നു, അതുകൊണ്ടാ പറഞ്ഞേട്ടാ. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള കെയറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള കെയർ നേരത്തെ മുൻകൂട്ടി അത് അവൈലബിൾ ആക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം.
നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന്. There are children with various types of physical handicap. നമ്മൾ കാണുന്ന ഒരുപാട് കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരുപാട് റീസൺസും ഉണ്ടല്ലോ, ഒരുപാട് ടൈപ്പ് ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. Some of the physical abnormalities are conditional or result of cruel disease. ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മനാലായിരിക്കും, ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എങ്ങനെയാണ് വന്നത്, ഈ ഡിഫിക്കൽട്ടീസ് വന്നതായിരിക്കും. These can also occur due to nutritional deficiency. ചില കുട്ടികൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഈ അസുഖം വരാം. ഓർ ആക്സിഡൻസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അപ്പൊ ന്യൂട്രീഷൻസിന്റെ കുറവ് കൊണ്ട് ഒരു ഭാഗം തളർന്നു പോകുക, അങ്ങനെയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ, മാൽ ന്യൂട്രീഷൻ കാരണം അവർക്ക് എന്ത് പറയുക ഡിസബിലിറ്റീസ് വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ആക്സിഡൻസ് കാരണം എന്ത് പറയുക ഈ അസുഖം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പത്രവാർത്തയാണ് ഒരിടയ്ക്ക് ഞാൻ വായിച്ചൊരു വാർത്തയായിട്ട് പറയുന്നത്. അത്ര ക്ലിയർ ആണോ അല്ലെങ്കിൽ അത്ര സത്യമാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയണ. ഇവിടെ രാജസ്ഥാനിൽ എങ്ങാണ്ടുമാണ് ഒരു തരം പരിപ്പാണ് ഒരു ഡാൾ എന്ന് പറയും. ആ ഡാള് കഴിക്കുന്ന കുട്ടികൾക്ക് എത്ര ഫിസിക്കൽ ഡിസബിലിറ്റീസ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിപ്പാണ് ഡാൾ എന്നങ്ങോട്ട് പറയണത്, ഡാൾ റൊട്ടി, ഡാൾ എന്ന് അതിന് പറയണത്. അപ്പൊ ആ ഒരു ഡാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പാണ്, പരിപ്പിൽ ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പരിപ്പ്, എന്തോ ഒരു പറയും, എന്തോ ഡാള് മറന്നുപോയി, ഞാൻ അടുത്ത ദിവസം റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം അതിന്റെ കാര്യം. അപ്പൊ ആ ഡാള് കഴിച്ച് സ്ഥിരമായിട്ട് കൺസ്യൂം, ഭയങ്കര ചീപ്പ് റേറ്റിലാണ് അത് കിട്ടുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് അത് കൺസ്യൂം ചെയ്തിരുന്ന കുട്ടികളിൽ, അടുത്ത ജനറേഷനിൽ വരുന്ന കുട്ടികൾ, ഇപ്പൊ നമ്മളത് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനുള്ള കുട്ടികൾക്ക് ഇതേപോലത്തെ ഡിസബിലിറ്റീസ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഡീബാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളത്തേക്ക് ഡീബാർ ചെയ്തു. പക്ഷെ ഇപ്പോഴും നമ്മൾ പരിപ്പ് വാങ്ങിക്കുമ്പോൾ അതൊരു വലിയ തരം പരിപ്പാണ്, ഒരു ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപ്പാണ്. നമ്മൾ നോക്കേ എന്തൊരു ഡാലാണ്, നിങ്ങൾക്ക് അറിയോ അത് ഏതൊരു പരിപ്പ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയാം, ഞാൻ മറന്നുപോയി. കേസരി ദാൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ അറിയാം കേസരി ദാലിനെ കുറിച്ച് എങ്ങാനും? കേട്ടിട്ടില്ല. ഇല്ല അല്ലേ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്നാലും ഈ കേസരി ഡാലിനെ കണ്ടോ പറയണേ കേട്ടോ. കേസരി ഡാൽ നമ്മൾ ആ ഒരു പ്രത്യേക പരിപ്പ് കൺസ്യൂം ചെയ്യണോണ്ട് കൂടി അവർക്ക് എന്ത് വന്ന ഡിസബിലിറ്റീസ് വന്നതായിട്ട് എന്ത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ കാണുമ്പോൾ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഈ പരിപ്പുകൾ തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു തരം പരിപ്പ് യൂസ് ചെയ്യണത് നല്ലതല്ല എന്നൊക്കെ ആ കൺസംഷൻ മൊത്തമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ വീണ്ടും പരിപ്പിനൊക്കെ വില കൂടുമ്പോ ഈ ഒരു സംഭവം സാധാരണ പരിപ്പിനോട് മിക്സ് ചെയ്തിട്ടൊക്കെ അവരെന്ത് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചൊക്കെ യൂസ് ചെയ്യാം. കേസരി ദാൽ എന്നാ പറഞ്ഞത്, ഒന്ന് റെഫർ ചെയ്ത് നോക്കട്ടെ അതിനെ കുറിച്ച്. ഇങ്ങനെ നോക്കിയാൽ മതി, കേസരി ദാൽ കോസ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഓർ നോട്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും നോക്കുക കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ആക്സിഡൻസോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയോ കാരണം എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഫിസിക്കൽ ഡെഫിസിറ്റി വരാനുള്ള ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. These types of disabilities affect different parts of the body. അപ്പൊ ആ ബോഡിയുടെ പല പാർട്സിനെ അത് അഫക്ട് ചെയ്യുക. ചിലപ്പോൾ കൈ തളർന്നു പോവുക, അല്ലെങ്കിൽ രണ്ട് കാല് തളർന്നു പോവുക. അങ്ങനെ രണ്ട് കാല് തളർന്നു പോകുമ്പോൾ നമുക്ക് കൈ മൂവ് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ കൈയുടെ ഒരു വശം തളർന്നു പോവുക. വല്ല ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്പൈനൽ എന്താ പറയുക സ്പൈനലിനും എല്ലാം സ്പൈനൽ കോഡിനും എല്ലാം ഇഞ്ചുറീസ് വരികയാണെങ്കിൽ നമ്മുടെ ബോഡി മൊത്തമായിട്ട് എന്ത് തളർന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ. സാധാരണ നമ്മൾ ജീവിക്കുന്ന പോലെ
ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനായിട്ട് പറ്റില്ല, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. അവർ വിചാരിക്കുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നില്ലേ, നമ്മൾ നടക്കാൻ പറ്റുന്നുണ്ട്, മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ഒന്ന് നടക്കുമെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നമുക്ക് നടക്കാനോ മൂവ് ചെയ്യാനോ വേറൊരാളുടെ സഹായം വേണം എന്നുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ വ്യക്തികൾക്ക് സാധാരണ എന്ത് കൊടുക്കരുത്, നമ്മൾ അവർ സിമ്പതിയാ അതൊന്നല്ല വേണ്ടത്, ജസ്റ്റ് അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാം. അവര് ഉണ്ട് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ അവരുണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ, അവർക്ക് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടണം എന്നുള്ള ചെറിയൊരു അറ്റൻഷൻ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരിക്കലും സിമ്പതി ആയിരിക്കില്ല പ്രതീക്ഷിക്കണം നമ്മുടെ കയ്യിൽ നിന്ന്. What they accept from the society is sympathetic, helpful and supporting response. അപ്പൊ അവര് ഈ സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അവരെന്ത് ചെയ്യണത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Teachers and the whole system of education have to get the mental state and accept the essential step for responding to their needs favorably. അപ്പൊ അവരുടെ നീഡ്സ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിയും അതേപോലെ നമ്മുടെ ടീച്ചേഴ്സും എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അവർക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താതെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. All the children with physical deformities or handicap do not require the same type of compensatory treatment. It changes according to their need. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പല പല ഡിസബിലിറ്റീസ് ആയിരിക്കും ഫിസിക്കൽ ഡിസബിലിറ്റീസിൽ വരുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള എന്താണോ അവരുടെ ആവശ്യം അനുസരിച്ച് ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് ആയിരിക്കണം ഓരോ വ്യക്തിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കേട്ടല്ല, നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. ഇതൊരു രണ്ടു മൂന്ന് പേർക്ക് എന്താ മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞോ കേട്ടോ. ഫാത്തിമ ഒന്ന് പറഞ്ഞേടാ മോൻ എന്താ മനസ്സിലായെന്നുള്ളത്. ഹലോ മിസ്. പറഞ്ഞോടാ. ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പല രീതിയിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട് ഇതിനകത്ത്. അവർക്ക് പ്രത്യേക കെയറിങ് നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെന്താ മനസ്സിലായത്? മാം പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. നമ്മൾ ഇപ്പൊ പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ചാല് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങളുള്ള കുട്ടികളെ കുറിച്ചാണ്. അത് പിന്നെ വരിക എന്ന് വെച്ചാല് ചിലർക്കത് വയറില് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴേ ജന്മനാ വരുന്നതും അല്ലാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതും ആക്സിഡന്റിലൂടെ വരുന്നതും, അങ്ങനെ 3 തരത്തിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പല ഭാഗങ്ങളെയാണ്, ബോഡിയുടെ പല ഭാഗങ്ങളെ ബാധിക്കുക. ചിലർക്ക് കൈയായിരിക്കാം, ചിലർക്ക് കാലായിരിക്കും, അങ്ങനെ ചിലർക്ക് ബുദ്ധിയായിരിക്കാം. അങ്ങനെ അംഗവൈകല്യം എന്ന് പറയുന്ന ഡിഫറെന്റ് പാർട്സിന് ഒരു ഭാഗം തന്നെ ബാധിച്ചോളണമെന്നില്ല. ഒരു കുട്ടിക്ക് ബാധിച്ചതായിരിക്കില്ല വേറൊരു കുട്ടിക്ക് അംഗവൈകല്യം വരുന്നത്. പിന്നെന്ന് വെച്ചാല് അത് അവരുടെ ഒരു നോർമൽ ലൈഫിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നിന്ന് ആഗ്രഹിക്കാന്ന് വെച്ചാൽ സിമ്പത്തറ്റിക് ആൻഡ് ഹെൽപ്ഫുൾ സപ്പോർട്ടിങ് റെസ്പോൺസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു വലിയ പങ്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ വഹിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ കഴിയുക എന്ന് പറയുന്നത് അവരൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചേഴ്സിനാണ് കൂടുതൽ അതിനകത്ത് റോള് വരിക എന്ന് പറയുന്നത്. അവർക്ക് അവരെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാന് നന്നായിട്ട് കഴിയും. പിന്നെ അത്രയൊക്കെ തന്നെയാ മനസ്സിലായത്. ഓക്കേടാ. ഇനി ആർക്കാ മനസ്സിലായത്? എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോട്ടെ. പറഞ്ഞോടാ. ഞാന് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന ടൈമില്, ഫസ്റ്റ് ബേബിനെ പ്രഗ്നന്റ് ആയ ടൈമില് ഇതുപോലെ സെക്കൻഡ് സ്കാനിലാണ് അറിഞ്ഞത് കുട്ടിക്ക് സ്പൈനൽ കോഡും ഇല്ല, അതുപോലെ തന്നെ തലച്ചോറിന്റെ ചുറ്റിലുള്ള ആ തലയോട്ടി അതും ഇല്ല എന്നുള്ളത് സെക്കൻഡ് സ്കാനിലാണ് അറിഞ്ഞത്. അപ്പോ ഡോക്ടർ സ്കാൻ കഴിഞ്ഞപ്പോ പറഞ്ഞു ഇതൊട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് 3.5 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 4 മാസത്തിന്റെ അടുത്താവാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു അബോർഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ ടാബ്ലറ്റിലാണ് വെച്ചിട്ടുള്ള ഒരു അബോർട്ടിംഗ് ഒന്നും നടക്കില്ലായിരുന്നു.
അപ്പോൾ ഡെലിവറി ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ആ ടൈമിൽ ചെയ്തെടുക്കേണ്ടി വന്നു. അപ്പൊ കാണിച്ചു തന്ന സമയത്ത് ഇങ്ങനെ കുട്ടിക്ക് ആ തലയോട്ടിയുടെ ഭാഗത്തൊന്നും ഒന്നുമില്ല. അതുപോലെ തന്നെ പുറമേ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞായിട്ട് രൂപമെല്ലാം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെരിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പൈനൽ കോഡ് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോ ഹസ്ബൻഡിനും ഒക്കെ കാണിച്ചു കൊടുത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ പുറമെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ പുറത്ത് ബാക്കിലോട്ട് തിരിച്ചു കിടക്കുന്ന സമയത്താണ് അതും പിന്നെ കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത്. ഇതൊട്ടും പ്രൊസീഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അബോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പൊ എനിക്ക് സെക്കൻഡ് ആയിട്ട് ഒരു ബേബി ഉണ്ടായി, മോനാണ്. ആദ്യത്തെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായി. കേസ് ഞാൻ പറഞ്ഞില്ലേ, കേസരിഡാലിന്റെ പ്രശ്നം കൊണ്ട് അസുഖം വന്നൊക്കെ കുറച്ച് ഇമേജസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അവർക്ക് വൈകല്യങ്ങൾ വന്നിട്ട് ഫിസിക്കലി ഡിസബിലിറ്റീസ് വന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മള് വാങ്ങിക്കണ പരിപ്പും ഈ ഡാൽ എന്ന് പറയുന്നത് പരിപ്പ് എന്നാണ് മീനിങ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാം കേട്ടാ. പൈസ കുറവ് നോക്കിയിട്ട് വാങ്ങിക്കരുത്, ക്വാളിറ്റി നോക്കി വാങ്ങിക്കാൻ നോക്കുക. കേസരി ഡാൽ ആണോ എന്ന് നോക്കാനായിട്ട് നോക്കുക. അൺസേഫ് കേസരി ഡാൽ ബാൻഡ് ഇൻ 16 months എന്നാ പറയണത്. പക്ഷെ ഇന്ന് അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താ പറയാ, ഇത് സാധാരണ പരിപ്പാണ് കേട്ടോ, കേസരി ഡാൽ അല്ല. ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഇമേജ് സാധാരണ പരിപ്പില്ലേ, കേസരി ഡാൽ ആണോ എന്ന് നോക്കാം. അതൊരിടയ്ക്ക് ബാൻ ചെയ്തതാണ്. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ കേസരി ഡാല് എന്ത് ചെയ്തു, ബാൻ ചെയ്തതാണ് ഒരിടയ്ക്ക്. വീണ്ടും ഇപ്പൊ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ പരിപ്പിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേസരി ഡാലാണോ അല്ലെങ്കിൽ സാധാരണ പരിപ്പാണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. മാം അതിൽ പറയുന്നറിയോ, 55 വർഷത്തോളം ഇത് ബാൻ ചെയ്തൊരു സംഭവമായിരുന്നു. പിന്നെയും നാഗ്പൂരിലുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് പറഞ്ഞിട്ടാണ് വീണ്ടും ഇത് ഉപയോഗിക്കാന്നുള്ളത് 1961 പിന്നെയും ഈ കേസരി ദാൾ കൊടുന്നതെന്നാ പറയുന്നത്. ഇത് കഴിച്ചാൽ ശരീരം തളരുന്ന അസുഖം വരുന്നതാണ് കണ്ടുപിടിച്ചത്. ലാപ്തേറിസം പറഞ്ഞൊരു അസുഖം, അരക്ക് താഴെ തളർന്നു പോകുന്ന ഒരു അസുഖം വരുന്നാണ് പറയുന്നത്. അതെ, ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്നതാണ്. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ആ ഒരു ടൈപ്പ് അസുഖത്തിന്റെ കുറച്ച് ഇമേജസ് ഒക്കെ കാണിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഭയങ്കര ചെയ്യാണ്. താങ്ക് യു. അപ്പൊ അടുത്ത ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫ്രൈഡേ ഇരിക്കട്ടെ ക്ലാസ്. ഓക്കെ, ഇന്നൊരു ആക്ടിവിറ്റി തന്നാലും നിങ്ങൾക്ക്. അയ്യോ പോലെ ഒരു ആക്ടിവിറ്റി തരട്ടെ? ഓക്കെ, ആക്ഷൻ സോങ് തന്നെയാണ് തരാൻ പോണത്. നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ആക്ഷൻ സോങ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരോ? നമ്പേഴ്സിനെ കുറിച്ച് ഇപ്പൊ 1, 2, 3, 10 വരെയുള്ള നമ്പേഴ്സിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്ത് വരാം. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി വരണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് 2 നമ്പേഴ്സ് പറഞ്ഞിട്ട് പിന്നെ നിർത്തി പോവാൻ അങ്ങനെയൊന്നും പാടില്ല. ഫുള്ള് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം വരാനായിട്ട്. ഓക്കെ ആണോ? Yes, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.